ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവമാണ് 1919 ഏപ്രിൽ 13 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല. 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കി. ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 10 അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചു. അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണറുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ റാലിക്ക് നേരെ പോലീസ് നിറയൊഴിച്ചു. ഇതിൽ രോഷാകുലരായ ജനക്കൂട്ടം ബാങ്കുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും തീവെച്ചു. അക്രമങ്ങളിൽ 5 യൂറോപ്യന്മാരും പോലീസ് വെടിവെപ്പിൽ 20-ലേറെ ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടു. ഏപ്രിൽ 13 പഞ്ചാബിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി. പൊതുയോഗങ്ങളും ഘോഷയാത്രകളും നിരോധിച്ചു. 1919 ഏപ്രിൽ 13 സിഖുകാരുടെ വൈശാഖി ഉത്സവദിനം ആയിരുന്നു. അന്ന് അമൃത്സറിനടുത്തുള്ള ജാലിയൻവാല ബാഗ് മൈതാനത്തിൽ പോലീസ് അക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. അമൃത്സറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ 90 അംഗങ്ങൾ വരുന്ന ഒരു ചെറിയ സേനയുമായി മൈതാനം വളയുകയും വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെക്കുവാൻ ഭടന്മാർക്ക് ഉത്തരവ് നൽകുകയും ചെയ്തു. 379 പേർ വെടിവെപ്പിൽ മരിച്ചു എന്നാണ് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ 1800-ൽ ഏറെയായിരുന്നു. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയുടെ പ്രതികാരാഗ്നി അണയാതെ സൂക്ഷിച്ച ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. 1919 നടന്ന കൂട്ടക്കൊലയ്ക്ക് 1940 മാർച്ചിലാണ് ഉദ്ധം സിംഗ് കണക്ക് തീർത്തത്. കൂട്ടക്കൊലയുടെ സമയത്ത് നടപടിയെ ന്യായീകരിച്ച പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറാണ് മൈക്കൽ ഒ ഡയർ. 1940 മാർച്ച് 13 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് മൈക്കൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഉദ്ധം സിംഗിനെ 1940 ജൂലൈ 31 തൂക്കിക്കൊന്നു.